ഇവര് കോടാനുകോടി രൂപയാണ് ഇതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത്. ഇതിന്റെ ബാലൻസ് എത്രയുണ്ടെന്ന് അറിയോ? കേട്ടാ ഞെട്ടിപ്പോവും. ഈ 2 കോടി രൂപയോളം 5 മാസം കൂടുമ്പം വരുന്ന ഇതിന്റെ ബാലൻസ് എത്രയായിരിക്കണം? ഈ ക്ഷേത്രം നവീകരിക്കണമെന്നും ക്ഷേത്രത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും പറഞ്ഞ് ദൈവപ്രശ്നം വെച്ചതിൽ പോലും ഇവർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം ബാങ്ക് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ ഫണ്ടൊക്കെ എവിടെ പോയി? ഒരു ഫോറൻസിക് ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇവിടെ ആവശ്യം. ഒന്ന്, അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന കൊള്ള അയോധ്യയിലെ മാത്രം ചർച്ചയായോ മതിയോ? അത് മാത്രം മതിയോ? 550 കോടിയുടെ സംഭവത്തെ പറ്റി ഇപ്പോഴും സർക്കാർ മാറിയിട്ട് പോലും ഒരു അനക്കമില്ല. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം. ഇത് നാഷണൽ മീഡിയാസ് ഇത് എടുക്കണം. നിങ്ങൾ തന്നെ അത് ആ രീതിയിലേക്ക് കൊണ്ടുപോകണം. കാരണം ഇത് നമ്മുടെ സ്വത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഫ്രോഡ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലൊന്ന് ഇപ്പം നമ്മുടെ ഇതായി മാറിയിരിക്കുക. അതുപോലെ തന്നെ ഇത്തരം ഫിനാൻസ് ഫ്രോഡ് നടക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു കോടതി അടിയന്തരമായിട്ട് കേരള സംസ്ഥാനത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ റവന്യൂ ഇന്റലിജൻസിന്റെ അണ്ടറിൽ വരുന്ന ഇതില് ഒരു രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായിട്ടുള്ളവരാരും അതിനകത്തില്ല. അപ്പൊ പ്രോപ്പറായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ കഴിവുള്ളവരെ വെച്ച് മുന്നോട്ട് പോകുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ തൂഫാന്റെ കേസ് പറയുന്നുണ്ട്. തൂഫാന് പോലീസിന് കൊടുക്കുന്ന പ്രഷർ എന്തുമാത്രമെന്നറിയോ? വളരെയധികം പോലീസുകൾ ആത്മഹത്യ ചെയ്യാണ് ഇപ്പോൾ. പല പ്രഷറാണ് അവർക്ക്. ലോ ആൻഡ് ഓർഡർ ആണ് നോക്കേണ്ട ഉത്തരവാദിത്വം പോലീസിന്. എക്സൈസിന്റെ ജോലിയാണ് ഈ ലഹരിപരമായിട്ടുള്ള കാര്യങ്ങൾ പിടിക്കേണ്ടത്. MVDയുടെ ജോലിയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ, പേപ്പറും ബുക്കും പേപ്പറും ഒക്കെ നോക്കേണ്ട കാര്യം. അപ്പൊ ഇതെല്ലാം പോലീസിന്റെ തലയിലിടുമ്പോ പ്രോപ്പറായിട്ട് പോലീസിന് വിശ്രമമില്ല. 8 മണിക്കൂർ ഗവൺമെന്റ് ജോലിക്ക് ഉള്ളവർക്ക് ഇതാണെങ്കിൽ പോലീസ് പട്ടിപ്പണി എടുക്കുന്നുണ്ട്. ആ ഫ്രസ്ട്രേഷൻ അവര് സാധാരണക്കാരുടെ അടുത്ത് തീർക്കുകയാണ്. അപ്പൊ പോലീസിന് ഇങ്ങനെ പ്രഷർ ചെയ്യിപ്പിക്കരുത്. ഇവിടെ ഓരോരുത്തർക്കും മാസാവാൻ വേണ്ടി പോലീസിനെ ആസാക്കുന്ന പരിപാടിയിലേക്കാണ് ഇപ്പം മാറിയിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു മാറ്റം വന്നാൽ അത് സമൂഹത്തിന് ഭയങ്കര മാറ്റം ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ SP-യുടെ ഒക്കെ കീഴിലുള്ള ഈ ലഹരി വിരുദ്ധ സ്ക്വാഡ് അവർ 10 വർഷമായിട്ട് കഴിഞ്ഞ സർക്കാരിന്റെ ആൾക്കാരും തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇവർ പലവർക്കും ഇവരുമായിട്ട് ഇത് സപ്ലൈ ചെയ്യുന്നവരുമായിട്ട് ഡീലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിടിക്കുന്ന കേസുകളെല്ലാം NDPS ആക്ടിൽ പല പഴുതുകൾ വന്നിട്ട് 90% വിട്ടുപോവുകയാണ്. ആ ഒരു പ്രശ്നം എക്സൈസ് വന്നു കഴിഞ്ഞാൽ എക്സൈസിന് ആ ഒരു ഇത് കൊടുത്താൽ മാറും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞതും അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിൽ കിട്ടണം. അതായത് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടണം. ഇത് മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർക്ക് കൊടുക്കുന്നില്ല. ഇത് പിടിക്കാനുള്ള ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇതിനൊരു ഗുണം വരുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഈ പറയുന്ന പോലെ ഒരു ഷോ കാണിച്ചു പോകാൻ പറ്റും. അതുപോലെ വെള്ളാപ്പള്ളി നടേശന്റെ കേസ് ഞാൻ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങളുടെ അടുത്തൊക്കെ മുന്നിൽ നിങ്ങൾ തന്ന വിശ്വാസം, ജനം അർപ്പിച്ച വിശ്വാസം, അത് മുൻനിർത്തി തന്നെ ഇന്നലെ SP-ക്ക് വിത്ത് എവിഡൻസ് കൊടുത്തു. ഇത്രയും നാൾ വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് പിരിക്കാൻ നടന്ന് കുറെ കണ്ണിപ്പൊടിയിട്ട് നടന്നതല്ലാതെ ഒരു പ്രോപ്പറായിട്ട് ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ചെരുപ്പിൽ തേക്കുന്ന പോളിഷ്, അതിൽ വിഷമുണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിയും അയാളുടെ മകനും ചത്തുപോയേനെ. കാരണം അമ്മാതിരി കാല് നക്കലാണ്. അപ്പൊ ഈ കാല് നക്കി നടക്കുമ്പോൾ ഇനിയും രാഷ്ട്രീയക്കാർ കാല് നീട്ടി കൊടുക്കരുത് നക്കാൻ. കാരണം ഏറ്റവും വലിയ ഒരു മഹത് പ്രസ്ഥാനമാണ് SNDP. അത് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സംഘടനയാണ്. എത്ര കോഴക്കേസുകൾ വേറെ വരാൻ കിടക്കുന്നറിയോ? 86ഓളം ഇപ്പം നിയമനങ്ങൾ നടത്തിയതിന്റെ 1 കോടിക്ക് കുറഞ്ഞ് ഒരു വിധത്തിലും ആരും ഇങ്ങോട്ട് വരരുതെന്നാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മാധ്യമങ്ങൾ അതിലൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്തണം. ED അന്വേഷണം ഈ ആത്മീയപരമായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ ബേസ് ചെയ്ത് നടത്തുന്ന ഈ തട്ടിപ്പുകൾക്ക് ED മുൻകൈ എടുക്കണം. EDക്കും നമ്മളടുത്ത് പരാതി കൊടുക്കുകയാണ്. SP-ക്ക് കൊടുത്തതുപോലെ, രേഖകൾ കൊടുത്തതുപോലെ EDക്കും കൊടുക്കുകയാണ്. കാരണം ഒരു സന്തോഷ്, ഒരു അശോകൻ, ഇവരാണ് വെള്ളാപ്പള്ളിയുടെ പൈസ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യണം. ഇത് ആത്മീയപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഇതിലാണ് നടക്കുന്നത്. ഇവിടെ അയോധ്യയിൽ നടന്നതും ആത്മീയപരമായിട്ടുള്ള തട്ടിപ്പാണ്. ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ പേരിൽ നടക്കുന്ന കൊള്ളകൾ, ക്ഷേത്രങ്ങളുടെ പേരിൽ നടക്കുന്ന കൊള്ളകൾ, ഇത് വിശ്വാസികളുടെ പണമാണ്. ഇത്രയും വലിയൊരു കൊള്ള ഇവിടെ അനുവദിക്കാൻ പാടില്ല. ദയവ് ചെയ്ത്
മാധ്യമങ്ങൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ജനങ്ങൾക്കുള്ള പൈസയാണ്, ജനങ്ങളുടെ ആതുര സേവനത്തിന് പോട്ടെ. പക്ഷെ ഇവന്മാരുടെ വയറ്റിൽ കൊണ്ടുപോകുന്ന അത് തന്നെയാണ് ഇപ്പൊ ലാസ്റ്റ് BJP വന്ന് നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ BJPയിൽ എത്ര കോടി രൂപയുടെ അഴിമതി കേസാണ് ഇപ്പൊ പുറത്തു വന്നത്? 1.5 കോടിയുടെ കൊടിയടിക്കാൻ കൊടുത്തു. 1.5 കോടിയുടെ കൊടിയടിച്ചിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് നേമമണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം, പിന്നെ നമ്മുടെ ശ്രീലേഖയുടെ വട്ടിയൂർക്കാവ് മണ്ഡലം, ഇവിടെ മാത്രം ഫ്രീ ആയിട്ട് കൊടുത്തു. ബാക്കിയുള്ള എല്ലായിടത്തും പൈസ കൊടിയുടെ പേരിൽ അഴിമതി. അത് കഴിഞ്ഞ് 114 മണിക്കൂർ ഫ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു 34 മണിക്കൂർ ഫ്ലൈ ചെയ്ത ഹെലികോപ്റ്ററിന്റെ പേരിൽ അത് എത്ര കോടിയുടെ അഴിമതി? പിന്നെ ഈ സുരേഷിന്റെ ബന്ധം നമുക്കറിയാം. സുരേഷ് ആരെയൊക്കെ നിർത്തി പൈസ പെട്ടിക്കുന്നു എന്ന് നമുക്കറിയാം. ഇത് ഒന്നിനെയും ബാക്കി വെക്കരുത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ വന്നിരുന്ന് പറയുന്ന BJPയുടെ അഴിമതി. ഞാനും ഒരു സ്വയംസേവകാണ്. ഈ അമ്പലത്തിന്റെ വിഷയം പോലും പാവക്കുളത്തിൽ എടുത്തു തന്നാലും ഒരു കാര്യം കൂടെ ഓർക്കുക, 20 വർഷമായിട്ട് ടാക്സ് അടച്ചിട്ടില്ല ആ അമ്പലത്തിന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആ കാര്യാലയം ഇരിക്കുന്നിടത്ത്. അവിടുത്തെ മുതിർന്ന RSSകാർ പറഞ്ഞു ഇത് അധർമ്മമാണ്, നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ടാക്സ് അടയ്ക്കണം. നാളെ ഒരാൾക്ക് വേണമെങ്കിൽ ഇതിനെ പൊളിച്ചു കളയാൻ പറ്റും. നിയമപരമായിട്ട് അത് തെറ്റാണ്. നമ്മൾ നിയമത്തെ അനുസരിക്കാനും നിയമത്തെ പാലിക്കാനും ധർമ്മം സ്ഥാപിക്കാനും പഠിപ്പിച്ച ഒരു പ്രസ്ഥാനം ഇപ്പൊ കാണിക്കുന്നത് എന്താണെന്ന് കൂടെ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതിനെപ്പറ്റി പറയുന്നവരൊക്കെയൊക്കെ അവർ ഭീഷണിപ്പെടുത്തുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ഭീഷണി, ഈ സ്വയം സേവകരെ നശിപ്പിക്കുന്ന സംഘികളുടെ ഭീഷണി മറ്റൊരു സൈഡ്. ഇവർക്ക് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ് ബാക്കിയുള്ളവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ വി ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്. താങ്ക് യു.